നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് തെലുങ്ക് സിനിമയുടെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായ പെഡ്ഡിനെ കുറിച്ചാണ്. പെഡ്ഡിയിലെ ഹീറോ രാം ചരനാണ്. പുള്ളിയുടെ ലാസ്റ്റ് സിനിമ ഗെയിം ചേഞ്ചർ വളരെ മോശമായിരുന്നു. ഞാൻ മുംബൈയിൽ പോയ സമയത്താണ് ആ പടം ഇറങ്ങി 1-2-3 പ്രാവശ്യം കഷ്ടകാലത്തിന് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ചെയ്യാൻ പോയതുകൊണ്ട് ആ പടം 2-3 പ്രാവശ്യം കാണേണ്ട ഗതികേട് എനിക്കുണ്ടായിരുന്നു. ആ സിനിമയിൽ എനിക്ക് ആകെയുള്ള അഭിപ്രായം എന്ന് പറയുന്നത് പാട്ടുകൾ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ രാം ചരൺ അടിപൊളിയായിരുന്നു എന്നുള്ളത്. രാം ചരൺ നന്നായിരുന്നു ആ സിനിമയ്ക്കകത്ത് നല്ലതായിരുന്നു. സിനിമ മോശമാണെങ്കിലും പെഡ്ഡിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം അതൊക്കെ തന്നെ പറയാനുള്ളത്. എനിക്കിത് പാട്ടുകളും അത്ര ഇഷ്ടമായില്ല എന്നുള്ളതാണ് സത്യം. രാം ചരൺ ഭയങ്കര നല്ലതായിരുന്നു. പുള്ളി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി പോസിറ്റീവ് പറയുന്നത് വെച്ചാൽ സിനിമക്കാച്ച് വലിയ പോസിറ്റീവ് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. രാം ചരൺ അടിപൊളിയാണ്, അടിപൊളിയായിട്ട് ചെയ്ത്. പുള്ളി എന്തിനാണ് ഇതുപോലത്തെ ഊള സ്ക്രിപ്റ്റുകൾ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ കോർ ഐഡിയ സെറ്റപ്പാണ്. അതായത് ഒരു സ്പോർട്സ്മാൻ, ആ സ്പോർട്സ്മാൻ എങ്ങനെ എൻഡിലെത്തുന്നു. ഒബിയസ്ലി നമുക്ക് സ്പോർട്സ്മാൻ ആകുമ്പോൾ നമ്മൾ അവസാനം പുള്ളി ജയിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കഥയാണ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന്. ഇതിൽ പുള്ളി ഒരു ഡൗൺ റോഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, അതായത് ഒരു പേരില്ലാത്ത ജനതയ്ക്ക് വേണ്ടി പേരുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നൊരു സ്പോർട്സ് ഫാനാണ് രാം ചരൺ. ആ ഐഡിയ എനിക്കിഷ്ടമാണ്. ഇവർ ചില സ്ഥലത്ത് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ആ ഒരു പോർഷനിൽ ഇമോഷണൽ നമ്മൾ കണക്റ്റ് ആണെങ്കിലും ഈ സിനിമയ്ക്ക് ഒട്ടും താല്പര്യമില്ല, അവിടെ ലിങ്കർ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. അതായത് ഈ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ലിങ്കർ ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത സിനിമയാണത്. ഇതിൽ ഞാൻ എടുത്തു പറയുന്നത് ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ അടിപൊളിയാണ്. ആ ഒരു പോയിന്റിലേക്ക് ഇതുവരെ കണക്ട് ചെയ്യുന്നത് സൂപ്പറായിട്ടാണ് അത് കാണിച്ചിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ സിനിമ എൻഡ് ചെയ്യുന്നവരല്ല, ആ ക്ലൈമാക്സിൽ പുള്ളി ഒരു പ്രസംഗിക്കുന്ന രംഗമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ 2 സീനുകളും ഒഴിച്ച് അതിൻ്റെ ചുറ്റുവട്ടം നടക്കുന്ന വൃത്തികേടുകൾ സഹിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഈ സിനിമ പ്രശ്നം. ഈ സിനിമയുടെ ലെങ്ത്ത് ഭയങ്കര വലുതാണ്. അത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും പറയാൻ വേണ്ടിയാണ് ഈ ലെങ്ത്ത് കൂട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രാം ചരൺ നല്ലതാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു മോശമാണെന്ന് ഞാൻ പറഞ്ഞ സീസണിൽ. ഒബിയസ്ലി ഇതിന് നമ്മുടെ മലയാളത്തിൽ മറ്റേ കുമ്പളങ്ങി നട്സിലേക്കുള്ള പുള്ളിയില്ലേ, നമ്മുടെ വിനായകനെ പൊഴിപ്പിണമെന്ന് പറയുന്ന ആ പുള്ളിക്ക് ആക്ച്വലി ഒരു അത്ര നല്ല റോള് കൊടുത്തത് നല്ലതാണ്. പുള്ളിയുടെ റോള് നമ്മുടെ മൂപ്പൻ്റെ റോളാണ്, നമ്മുടെ പുലിമുരുകനിലെ ഈ എന്ത് പറഞ്ഞാലും പെഡ്ഡീനെ ഇടയ്ക്കിടയ്ക്ക് പെഡ്ഡി അടിപൊളി, പെഡ്ഡി സൂപ്പർ, പെഡ്ഡി കിടില് എന്ന് പറയാൻ വേണ്ടി കഥ പറയുന്നുണ്ട്. ബൊമ്മാറിനെയൊക്കെ നല്ല ഓവറായിരുന്നു പടത്തിനകത്ത്. പിന്നെ നമ്മുടെ കന്നഡയിലെ പുള്ളിക്കാരനും പുള്ളി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളി ഇവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളി ഓവറൊന്നുമല്ല. പക്ഷേ പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. പിന്നെ ബാക്കിയുള്ളവർ വില്ലന്മാരൊക്കെ ബോറായിരുന്നു, സത്യം പറയല്ല, ഭയങ്കര ബോറായിരുന്നു. പിന്നെ ക്യാമറമാനെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പൊക്കി പറയണമെന്നുണ്ട്. പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ചില കാര്യങ്ങൾ കാരണം പുള്ളി ഭയങ്കര കിടിലെന്ന് പറയാനും മടിയുണ്ട്. പുള്ളി ചില ഷോട്ടുകൾ എടുത്തിരിക്കുന്നതൊക്കെ അടിപൊളി. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് 3 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഐമാക്സിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഐമാക്സിലെ കണ്ടത് 300 രൂപ ഓഫർ ഉൾപ്പെടെ ഞാൻ കണ്ടത്. അതായത് ഫ്ലാറ്റ് റേഷ്യോ, അതായത് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുന്ന റേഷ്യോ. പിന്നെ അതുകൂടാണ്ട് സ്കോപ്പ്, അതുകൂടാണ്ട് ഡൽഹി പോർഷൻസ് മാത്രം അവർ മറ്റേ ഫിലിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ അടിപൊളി കാര്യമാണ്. ഫിലിം ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ 1.33 അങ്ങനെയാണ്. അപ്പോൾ 2 സൈഡിലും ഇപ്പുറത്തപ്പുറത്തും വലിയ ബ്ലാക്ക് ബാർസ് ആണ്. പക്ഷേ ഒരു ഇമോഷണൽ, പക്ഷേ അത് അങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു രസമുള്ള പരിപാടിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ വേറൊരു കാര്യം രാം ചരൺ, പിന്നെ ഈ ചെറിയ ഐഡിയയോട് എനിക്ക് ഇഷ്ടമുണ്ട്. അതുകൂടാണ്ട് ഇഷ്ടപ്പെട്ട സിനിമാറ്റോഗ്രാഫിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ARM മ്യൂസിക് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പം സാധാരണ തെലുങ്ക് പടം പോലെ തകിലി എടുക്കുന്ന ഭയങ്കര ചെവിയാനോട് തുളയ്ക്കുന്ന ശബ്ദമൊന്നും ഈ പടത്തിനകത്ത് ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തലവേന എടുക്കും, അതൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ ട്യൂണായിട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നു. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പാട്ടോ മ്യൂസിക് ഈ പടത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ ഫുള്ളി മറന്നുപോയി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പാട്ടോ ഒന്ന് ഓർത്തെടുക്കുക. പിന്നെ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഓൾറെഡി ഇത് ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കര ഡിസ്കസ് ചെയ്തതാണ്, ജാൻവി കപൂറാണ്. ജാൻവി കപൂറിന് ഇതിനകത്ത് പുള്ളിക്കാരുടെ വയറും ക്ലിവേജും കാണിക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരാളെ സെക്സിയായിട്ട് കാണിക്കുന്ന അത്ര പ്രശ്നമൊന്നുമില്ല. അത് രാം ചരണും ലങ്കോട്ടിയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നില്ല പ്രശ്നം. ഈ ക്യാമറ ഈ ആളെ ഇങ്ങനെ കാണിക്കുന്നുള്ളതല്ല പ്രശ്നം. ക്ലോസപ്പ് വന്ന് ലിങ്കർ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഐമാക്സ് ആസ്പെക്ട് റേഷ്യോ ഇല്ലേ, അതായത് സ്വിച്ച് ചെയ്യുന്ന റേഷ്യോ നമ്മൾ ആക്ഷൻ സീക്വൻസ് വരുമ്പോഴൊക്കെ ഉപയോഗിക്കും. അങ്ങനെ നമ്മളിങ്ങനെ പല പല ഐഡിയകളുണ്ടാവും. ആദ്യമായിട്ടായിരിക്കും ഒരു ഹീറോയിൻ്റെ ക്ലിവേജും വയറും മുഖം കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ആസ്പെക്ട് റേഷ്യോ കൂട്ടി വെച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും ശാസ്ത്രീയമായി പഠിച്ച് ഇതുപോലെ ക്യാമറ ചെയ്തതിന് ഡയറക്ടറിനെയാണോ അതോ എഡിറ്ററിനെയാണോ അതോ ക്യാമറമാനെയാണോ പൊക്കി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇമ്മാതിരി വൃത്തികേട് കാണിച്ചതിന് ഒരു കുതിരപ്പവൻ അയാൾക്ക് ഇരിക്കട്ടെ. പിന്നെ ഇതിൽ പല മോശം സീനുണ്ട്. ഇതിൽ എടുത്തതെന്ന് പറയേണ്ട ഈ സീനുകൾ തന്നെയാണ്. കാരണം നമ്മുടെ
ഇപ്പോൾ ഈ ജാൻവി കപൂറിൻ്റെ കാര്യം തന്നെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടൻഷ്യലി ഓൾമോസ്റ്റ് ഒരു റേപ്പാണ്. അതായത് ലൈറ്റ് ഓഫ് ചെയ്ത് ഹീറോ ഇയാൾക്കറി പിടിച്ച് ഉമ്മൊക്കുന്നു. ഏതോ റൊമാൻറ്റിക് ഗസ്റ്ററായിട്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവളത് മനസ്സിലാക്കി ഇവനോട് ചൂടാകുന്ന സീനുണ്ട്. അപ്പോൾ അവനത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ആ എക്സ്പ്ലനേഷൻ കേട്ട ചെകിളൊക്കെ ഇട്ടൊന്നും കൊടുക്കാൻ തോന്നും. അമ്മമാർ വൃത്തിയോടെ പറയുന്നത്. അതായത് എനിക്ക് പലർക്കും ലെറ്റർ കൊടുത്ത് സ്നേഹം പറയാൻ പറ്റും, ചിലർക്ക് വായ കൊണ്ട് പറയാൻ പറ്റും, എനിക്ക് പക്ഷേ തൊട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കഴപ്പെന്നാണ് പറയാറ്. ഓക്കെ, നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ രസമൊന്നുമല്ല. ഡയറക്ടർ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് അടിപൊളിയാണ്. അത് ഞാനൊരു പ്ലേഫുൾ റൊമാൻസാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാനുള്ള ഇവൻ്റെ പ്ലേഫുൾ റൊമാൻസ് ഇതാണെങ്കിൽ ഇവനെ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഇതാണ് പ്ലേഫുൾ റൊമാൻസ് എന്ന് വിളിക്കുന്നെങ്കിൽ. ഈ ജാൻവി കപൂർ ഇല്ലാത്തപ്പോൾ ആക്ച്വലി സിനിമ നല്ല അത്യാവശ്യം ഡീസൻ്റാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ ആസ്പെക്ട് റേഷ്യോൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ ഇതിനകത്തൊരു മലയിടിയുന്ന സീനുണ്ട്. ഇതുപോലത്തെ സീനുകൾക്കൊക്കെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ ഹൈ ആക്കി മലയുടെ പൊക്കമൊക്കെ കാണിച്ച് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കാണിക്കാൻ പറ്റുന്ന പകരം ഇവർ ആക്ച്വലി ആസ്പെക്ട് റേഷ്യോ യൂസ് ചെയ്തൊരു സീൻ ഇവിടെ കാണിക്കുമ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതാണ്, ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഉപയോഗിക്കേണ്ട എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഇത് എത്രമാത്രം പ്രിവേർഷൻ ആണ് ഇതിലത്തെ ഡയറക്ടർ ഈ സിനിമയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അവനൊക്കെ നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണം. ഞാനിപ്പോഴും പറയുകയാണ്, ഒരു ഹീറോ തന്നെ സെക്സിയെ കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അവർക്ക് നല്ല ബോഡിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സ്വിമ്മിങ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അല്ലാണ്ട് നമ്മൾ ഒരു രാജ്യത്ത് പോയിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ ബിക്കിനി ഇടാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അവർ ചെറിയ ട്രൗസറോ ഇത് ഇട്ടിട്ട് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അതൊക്കെ അവരൊക്കെ അവരുടെ ലൈഫിൽ അതുപോലത്തെ വേഷങ്ങൾ ഇട്ടിട്ടാണ് അവിടേക്ക് പോകുന്നത്. അങ്ങനെ അത് ഒരു സാധാരണ ഡ്രസ്സാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ ക്യാമറ ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്നതാണ് ഈ സംഭവം ഒരു പെർവേർഷൻ്റെ പൊസിഷനിലേക്ക് ഇതിനെ എത്തിക്കുന്നത്. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതായത് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് കാണുമ്പോൾ സീറ്റിൽ നിന്ന് ക്രിഞ്ചടിക്കും. അതായത് ഞാൻ ഇങ്ങനെ ഇതിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ കാണാൻ പോയ ഐമാക്സ് ഷോയിൽ ഒരു 10-25 പേരെ ഉണ്ടാവുമായിരിക്കും. ഫുൾ തെലുങ്കാർ, ഞാൻ മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് ഫാമിലീസ് പിന്നെ ബാക്കിൽ ഇരിക്കുന്നത് ജാൻവി കപൂർ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം സെക്കൻഡ് ഹാഫ് കാണിക്കുമ്പോൾ കൂകുന്നുണ്ടായിരുന്നു വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇവളെ കാണിക്കുമ്പോഴും ഇവളെ ഇങ്ങനെ ക്യാമറ അവളുടെ ബോഡി കൂടി ലിങ്കർ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഒരു 4 റോ ഫ്രണ്ടിൽ ഒരു റോ അത്യാവശ്യം ഒരു 5-6 പേര് ഉള്ള തെലുങ്കന്മാർ ഇവളെ കാണിക്കുമ്പോഴെല്ലാം ഭയങ്കര കൈയടിയും ബഹളവും ആഘോഷമായിരുന്നു. അതായത് ഈ എക്സ്പോസ് ചെയ്യുന്നത് കാണിക്കുന്നത്, അതായത് ക്യാമറ ഇങ്ങനെ അല്ല അടുത്ത് കൂടെ പോകുന്നതൊക്കെ ഭയങ്കര ആഘോഷം. അതുകൊണ്ട് ഇവർ സെക്കൻഡ് ഹാഫിൽ ജാൻവി കപൂർ ഇവർ ഭയങ്കര കൈയടിയായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കൂവുമായിരുന്നു അവളെ കാണിച്ചപ്പോൾ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, സൂക്ഷിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രശ്നം വെച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ഇല്ലാത്തൊരു റെസ്ലിംഗ് സീക്വൻസിലും പുള്ളി മറ്റേ പ്രാക്ടീസ് ചെയ്യുന്ന സീക്വൻസിലൊക്കെ ഇത് മാറുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ടിൽ സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ രസമായിരുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ദേവരയിലും ആക്ച്വലി സ്വിച്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ ദേവര കണ്ടപ്പോൾ ആക്ഷൻ സീക്വൻസ് സോങ്സിലാണ് ഇവർ സ്വിച്ച് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കാണാൻ. സിനിമ ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദേവര കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഇത് കാരണം എനിക്ക് ആ സിനിമ ഒരു വട്ടം കണ്ടിരിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പടം ഭയങ്കര കൂടുതലാണ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദേവര പൊളി എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞാണ് എൻ്റെ അവസ്ഥ. പക്ഷേ ദേവരനേക്കാളും നല്ലൊരു ഇമോഷണൽ ഹുക്ക് ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. അത് വേസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിരുന്നത് ആക്ച്വലി പെഡി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിരുന്നോ? എന്തായാലും എനിക്കൊട്ടും വർക്കായില്ല. എന്തായാലും ഞാൻ ഐമാക്സിലാണ് കണ്ടത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ PXL ഫുൾ സ്ക്രീൻ ഉണ്ടാകുന്ന വെച്ച് വെയിറ്റ് ചെയ്തു. പക്ഷേ PXL ഒന്നും ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐമാക്സ് കണ്ടത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അതിന് എക്സ്ട്രാ പറയുകയാണെങ്കിൽ അതും പറയാം, അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടത് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.